കഴിഞ്ഞ ദിവസം ഉണ്ടായ രണ്ട് വിധികളാണ് ഈ വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യം. രാഷ്ട്രീയ ദർശനം രൂപപ്പെട്ട നാൾ മുതൽ തന്നെ വധശിക്ഷയോട് താത്വികമായി യോജിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനേക്കാൾ ഉപരി ഒരു കുറ്റവാളി ഉണ്ടാക്കുന്നത് സമൂഹമാണ്. മാധ്യമങ്ങൾ അങ്ങ് ആഘോഷിക്കുകയാണ്. ജിമാരെയും അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കുന്നവരെയും ഒക്കെ ഈ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ സ്വാധീനിക്കുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരേ തരം കുറ്റങ്ങൾക്ക് രണ്ട് ശിക്ഷാവിധി ഉണ്ടായതിൻ്റെ തന്നെ കാരണങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മൾ ഒരാളുടെ ജീവൻ എടുക്കുകയാണ്. ആ ജീവൻ എടുക്കുന്നതിനെ അല്ലെങ്കിൽ നമ്മൾ ന്യായീകരിക്കുകയാണ്, പിന്തുണയ്ക്കുകയാണ്. അതെത്ര ഗൗരവപൂർവ്വം നമ്മൾ എടുക്കേണ്ട ഒരു നിലപാടാണ്. പ്രധാനമായും കഴിഞ്ഞ ദിവസം ഉണ്ടായ രണ്ട് വിധികളാണ് ഈ വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, കേരളത്തിൽ നടന്ന ഷാരോൺ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി പ്രഖ്യാപനം. ആ വിധി വധശിക്ഷയാണ്, കുറ്റവാളിക്ക് വധശിക്ഷയാണ് നൽകിയത്. മറ്റൊന്ന് ഡൽഹിയിലുണ്ടായത്, അത് കുറ്റവാളിക്ക് വധശിക്ഷ നൽകിയില്ല, ജീവപര്യന്തമാണ് നൽകിയത്. വളരെ വ്യാപകമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണ്. ഞാനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, കഴിഞ്ഞ കുറേ നാളുകളായി എൻ്റെ ഒരു രാഷ്ട്രീയ ദർശനം രൂപപ്പെട്ട നാൾ മുതൽ തന്നെ വധശിക്ഷയോട് താത്വികമായി യോജിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. വ്യക്തികൾ ഒരു കൊലപാതകം ചെയ്യുമ്പോൾ അത് കുറ്റകരമാവുകയും ഭരണകൂടം ഒരു കൊലപാതകം ചെയ്യുമ്പോൾ അത് ന്യായീകരിക്കപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ അതൊട്ടും ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫലത്തിൽ രണ്ടുപേരും കൊല ചെയ്യപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ ഭരണകൂടം ചെയ്യുന്നത് ശരിയും മറ്റേത് തെറ്റും എന്നുള്ളത് ഒട്ടും യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതിനേക്കാൾ ഉപരി ഒരു കുറ്റവാളി ഉണ്ടാക്കുന്നത് സമൂഹമാണ്, ഒരു കുറ്റവാളിയെ സൃഷ്ടിക്കുന്നത് സമൂഹമാണ്. അതുകൊണ്ട് സമൂഹത്തിന്റെ ഉത്തരവാദിത്വം ഉണ്ട്. സാമൂഹികമായ ഉത്തരവാദിത്വം നമ്മൾ കണക്കിലെടുക്കാതെയാണ് കുറ്റവാളികളെ ഏകപക്ഷീയമായി ശിക്ഷിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതും അപ്പുറത്തേക്ക് വയലൻസ്, ഇതൊരു ഹിംസയാണ്. ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് വയലൻസിന്റെ കൂടി ഭാഗമാണ്, ഭരണകൂട വയലൻസിന്റെ കൂടി ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരിക്കലും വയലൻസ് ഒന്നിനും ഒരു പരിഹാരമാവുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഒരാളെ ഒരു കുറ്റത്തിന്റെ പേരിൽ ഒരാളെ അനിഹിലേറ്റ് ചെയ്യുക, ഉന്മൂലനം ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് കുറ്റത്തെ നമ്മൾ വെറുക്കുകയും കുറ്റവാളിയെ സ്നേഹിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാട് തന്നെയുണ്ട്. അതൊരു ഗാന്ധിയൻ പെർസ്പെക്റ്റീവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് അത്. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും കുറ്റവാളിയെ ശിക്ഷിക്കുകയും കുറ്റം ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ കുറ്റം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാമൂഹ്യ സാഹചര്യം നിലനിർത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രവണതയാണ് ഇന്ന് നമ്മളിൽ കാണുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ചെറിയ കുട്ടി കുറ്റവാളികൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ആ കുട്ടിയെ കുറ്റവാളികളായിട്ട് പ്രഖ്യാപിക്കാനാണ് നമുക്ക് താല്പര്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കുട്ടി കുറ്റവാളി ഉണ്ടാവുമ്പോൾ ആ കുട്ടിയുടെ കുടുംബത്തെയാണ് ആദ്യം നമ്മൾ ശിക്ഷിക്കേണ്ടത്. നമുക്കറിയാമല്ലോ, അരിസ്റ്റോട്ടിൽ പറഞ്ഞതുപോലെ നിങ്ങളൊരു കുട്ടിയെ എന്നെ ഏൽപ്പിക്കൂ, എന്നിട്ട് അവനെ കുറ്റവാളിയാക്കണോ ഭരണാധികാരിയാക്കണോ എന്നോ എന്നോട് പറയൂ, ഞാൻ അങ്ങനെ ആക്കി തരാം. എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ മോൾഡ് ചെയ്യുന്ന നമ്മുടെ സാമൂഹിക അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷത്തെ നമ്മൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഒരു കാരണം, ഇപ്പൊ ഞാൻ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴത്തേക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കമന്റുകളുണ്ട്. വേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്, നെഗറ്റീവായ കമന്റുകൾ പോകട്ടെ. ഈ കുറ്റത്തെ നമ്മൾ തൂക്കിക്കൊല എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോൾ ബാക്കി ഏത് ശിക്ഷാവിധിയോടും നമ്മൾ എതിർത്തിട്ടില്ല. അയാളെ ജീവനിൽ ശിക്ഷിച്ചാൽ പോലും നമ്മൾ എതിർക്കുന്നില്ല. ഇത് തൂക്കിക്കൊല എന്ന് പറയുന്ന ഹിംസയാണ് നമ്മൾ വിയോജിക്കുന്നത്. അത് ആ കമന്റ് വായിച്ചിട്ട്, എൻ്റെ കമന്റ് വായിച്ചിട്ട് മറുപടി എഴുതുന്നവർ പോലും ഒട്ടും ഗൗരവമായി ചിന്തിക്കുന്നില്ല, വളരെ ഇമോഷണൽ ആയിട്ടാണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. പെട്ടെന്ന് അത് കണ്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരത്തിൽ നിന്നാണ് ചിന്തയുണ്ടാകുന്നത്. ഒരിക്കലും ഒരാളുടെ ജീവനെടുത്ത നടപടിയെ നമ്മൾ പിന്തുണയ്ക്കുന്നതിന്റെ പിന്നില് അത്തരം വികാരപരമായ ഒരു സമീപനമല്ല ഉണ്ടാവേണ്ടത്. നമ്മൾ കുറെ കൂടി ക്ഷമയോടുകൂടി ചിന്തിക്കുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഒരാളുടെ ജീവൻ എടുക്കുകയാണ്. ആ ജീവൻ എടുക്കുന്നതിനെ അല്ലെങ്കിൽ നമ്മൾ ന്യായീകരിക്കുകയാണ്, പിന്തുണയ്ക്കുകയാണ്. അതെത്ര ഗൗരവപൂർവ്വം നമ്മൾ എടുക്കേണ്ട ഒരു നിലപാടാണ്. വളരെ ലാഘവ ബുദ്ധിയോടുകൂടിയാണ് എടുക്കുന്നത്. മറ്റൊരു കാര്യം, ഇത്തരം ലാഘവ ബുദ്ധിയോടുകൂടി നിലപാടെടുക്കുവാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾക്കുള്ള പങ്കുണ്ട്. മാധ്യമങ്ങൾ അങ്ങ് ആഘോഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് വസ്തുതാപരമായ കാര്യങ്ങളെ എനിക്ക് തോന്നുന്നു ഈ രണ്ട് വിധികൾ, ഞാൻ ആദ്യമേ പറഞ്ഞ രണ്ട് വിധികളുടെ പിന്നില്, കേരളത്തിലെ വിധിയുടെ പിന്നിൽ മാധ്യമങ്ങളുടെ സ്വാധീനമുണ്ടോ എന്ന് ഗൗരവമായി നമ്മൾ പഠിക്കാൻ ശ്രമിക്കേണ്ട ഒരു വിഷയമാണ്. ദേശീയ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ബംഗാളിലെ മാധ്യമങ്ങൾ, നമ്മൾ ദേശീയ തലത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട അത്യന്തം ഹിംസ നിലനിന്നൊരു കൊലപാതകമാണ് ബംഗാളിൽ നടന്നത്.
പക്ഷെ അത് പിന്നീട് ദേശീയ മാധ്യമങ്ങൾ അത് ആഘോഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. വേണ്ടത്ര ഗൗരവത്തോടെ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ എന്താ വിവരസാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടം നടന്ന ഒരു ഭൂമിയിൽ എല്ലാം നമ്മളെ വ്യക്തികളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ജഡ്ജിമാരെയും അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കുന്നവരെയും ഒക്കെ ഈ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ സ്വാധീനിക്കുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയൊക്കെ സ്വാധീനിക്കുന്നുണ്ടാവാം. അതൊക്കെ അവരുടെ വിധിയിലും സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ രണ്ട് വിധിയിലും നമ്മൾ അന്തരം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഒരുപക്ഷെ വധശിക്ഷ കിട്ടുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ച ഒരു വിധി കൊലപാതകമാണ് ബംഗാളിൽ നടന്നത്. അത്രയും ഈ കുറ്റവും വളരെ ഹീനകരമാണ്, ഹിംസാത്മകമാണ്, ഇതൊന്നും എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ അതിന് ആത്യന്തികമായി വധശിക്ഷ എന്ന് പറയുന്നത് കൊടുക്കുന്നതിൽ ഒരേ തരം കുറ്റങ്ങൾ അല്ലെങ്കിൽ കുറ്റങ്ങൾക്ക് രണ്ട് ശിക്ഷാവിധി ഉണ്ടായതിന്റെ തന്നെ കാരണങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ്. അതിനകത്ത് ഈ മാധ്യമങ്ങളിലേക്ക് സ്വാധീനമുണ്ടോയെന്നും പഠിക്കേണ്ടതാണെന്നാണ് എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും ഹിംസ ഒന്നിനും പരിഹാരമല്ല. ആധുനിക ജനാധിപത്യ സമൂഹം അല്ലെങ്കിൽ പുരോഗമന സമൂഹം അതിനെ സ്വീകരിക്കുന്നില്ല. ലോകത്തെമ്പാടും ഇന്ന് ഹിംസയ്ക്കെതിരായിട്ടുള്ള ഒരു നിലപാടുകൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഹിംസയോടുള്ള നമ്മുടെ അത് ഭരണകൂടം ചെയ്യട്ടെ, വ്യക്തികൾ ചെയ്യട്ടെ, ആര് ചെയ്യുന്നതാണേലും അതിനോട് യോജിക്കാനാവില്ല എന്നുള്ളത് കൊണ്ടാണ്.